എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2072 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് പ്രൊഫസർ ഡോക്ടർ KG വേണുഗോപാൽ, MD ഹോമിയോപ്പതി, പ്രൊഫസർ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ശാരദ കൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കുലശേഖരം, കന്യാകുമാരി. ഫാർമക്കോപ്പിയ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് പ്രൊഫസർ KG വേണുഗോപാൽ ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. എല്ലാവർക്കും IFPHലെ എല്ലാ സീനിയർ ഡോക്ടേഴ്സ്, ഗുരുക്കന്മാരെ, എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്, എല്ലാവരും ഇലക്ഷൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും എങ്കിലും നമുക്ക് ഒരു ടോപ്പിക് ഇന്ന് ഫാർമക്കോപ്പിയ എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഫാർമക്കോപ്പിയെ കുറിച്ച് അറിയാം, എങ്കിലും കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് ഈ ടോപ്പിക് ഒന്ന് ചർച്ച ചെയ്താൽ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, പക്ഷെ പലതും മറന്നിരിക്കും. എങ്കിലും നമ്മൾ നമ്മുടെ ഈ ഫാർമക്കോപ്പിയെ കുറിച്ച് നമുക്ക് നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ മരുന്നുകളുടെ നിലവാരത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം വാസ്തവത്തിൽ എന്താണ് ഫാർമക്കോപ്പിയ? അതായത് മരുന്നുകളുടെ ഗുണനിലവാരം, ക്വാളിറ്റി, പിന്നെ അതിൻ്റെ ശുദ്ധത, പ്യൂരിറ്റി, സ്ട്രെങ്ത്സ്, ശക്തി, ഇതൊക്കെ നിർണ്ണയിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനുമുള്ള ഒരു ഒഫീഷ്യൽ ഔദ്യോഗിക മാനദണ്ഡങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് വാസ്തവത്തിൽ ഫാർമക്കോപ്പിയ. ചുരുക്കി പറഞ്ഞാൽ മരുന്നുകളുടെ ഗുണനിലവാരത്തെ കുറിച്ചുള്ള ഒരു നിയമ പുസ്തകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഒഫീഷ്യൽ ഫാർമക്കോപ്പിയ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒഫീഷ്യൽ എന്നും അൺഒഫീഷ്യൽ എന്നും പറഞ്ഞ 2 ടൈപ്പാണ് ഫാർമക്കോപ്പി ഉള്ളത്. ഒഫീഷ്യൽ എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിലെ സർക്കാർ അല്ലെങ്കിൽ ഒരു അംഗീകൃത ആരോഗ്യ സമിതിയോ ഒരു സൊസൈറ്റിയോ ഇവർ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഫാർമക്കോപ്പിയാണ് ഒഫീഷ്യൽ ഫാർമക്കോപ്പിയ. ഈ ഫാർമക്കോപ്പിയ എന്ന വാക്ക് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഫാർമക്കോൺ, നമുക്കറിയാം ഫാർമക്കോൺ എന്ന് വെച്ചാൽ മെഡിസിൻ, മരുന്ന്, കൊയ്യ എന്ന് വെച്ചാൽ ഉണ്ടാക്കുക, മരുന്ന് ഉണ്ടാക്കുക ഈ വാക്കിൽ നിന്നാണ്, ഈ 2 വേർഡിൽ നിന്നാണ് ഈ ഫാർമക്കോപ്പിയ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ ഫാർമക്കോപ്പിയയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? നമ്മൾ രോഗികൾക്ക് നൽകുന്ന മരുന്നിന് ഗുണനിലവാരം ഉറപ്പാക്കുക, അതാണ് അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഗുണനിലവാരം എന്ന് വെച്ചാൽ മരുന്നുകൾ സുരക്ഷിതമാണ്, ഒരു നിശ്ചിത നിലവാരത്തിലുള്ളതാണെന്നാണ് ഉറപ്പാക്കുക. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയും, സ്റ്റാൻഡർഡൈസേഷൻ. പിന്നെ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ ഒരു സുരക്ഷ, അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അതിനൊരു നിയമസാധ്യതയുണ്ട്, അതായത് സർക്കാർ അംഗീകൃതം ആയതിനാൽ മരുന്ന് നിർമ്മാണത്തിലും വിപണനത്തിലുമൊക്കെ ഒരു നിയമപരമായ സ്റ്റാൻഡേർഡായി ഈ ഫാർമക്കോപ്പിയ പ്രവർത്തിക്കുന്നു. ഇതാണ് ഫാർമക്കോപ്പിയയുടെ ഒരു ലക്ഷ്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഫാർമക്കോപ്പിയ എല്ലാ സിസ്റ്റത്തിലും ഫാർമക്കോപ്പിയ ഉണ്ട്. എല്ലാ വൈദ്യശാസ്ത്രങ്ങൾക്കും അതിൻ്റെതായ ഫാർമക്കോപ്പിയ ഉണ്ട്. ആയുർവേദത്തിന് ഇപ്പോൾ നമുക്കറിയാം, ആയുർവേദത്തിൻ്റെ ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഫാർമക്കോപ്പിയ അന്ന് ഇല്ല, ഒരു സിസ്റ്റത്തിലും ഇല്ല. അപ്പോൾ ആയുർവേദത്തിൻ്റെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ഫാർമക്കോപ്പിയയുടെ വേരുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാം അല്ലേ?
അതായത് ചരക സംഹിത എന്നും സുശ്രുത സംഹിത എന്നും അഷ്ടാംഗ ഹൃദയം എന്നൊക്കെ പറയുമല്ലോ, അതാണ് ആയുർവേദത്തിന്റെ ഒരു ഒഫീഷ്യൽ ഫാർമക്കോപ്പിയ. പിന്നെ മരുന്നുകൾ ഉണ്ടാക്കുന്ന എല്ലാ രീതിയും അതിന്റെ ഗുണങ്ങളും ഒക്കെ ഈ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആയുർവേദ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഇപ്പോൾ സർക്കാർ ഒരു ആയുർവേദ ഫാർമക്കോപ്പിയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, HPA. അത് ആയുർവേദിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ, API എന്നും പറയാം. 1970 ആദ്യമായിട്ട് ഈ ആയുർവേദിക് ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചത്. പിന്നെ സിദ്ധ സിസ്റ്റത്തിനുണ്ടൊരു ഫാർമക്കോപ്പിയ. നമുക്കറിയാം, ഒരു തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു ചികിത്സയാണ് സിദ്ധ. അപ്പോൾ ഔഷധങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ അതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു പുരാതനമായിട്ടുള്ള സിദ്ധർ എന്ന് വെച്ചാൽ ജ്ഞാനികൾ, അവരുടെ നിർവചിച്ച രീതികളാണ് ഇതിന്റെ അടിസ്ഥാനം, ബേസിക്. ഇപ്പോൾ സിദ്ധ ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ, SPI എന്ന് പറയുന്ന ഒരു മരുന്നുകളുടെ, അവരാണ് ഈ മരുന്നുകളുടെ ഫോർമുലേഷനൊക്കെ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ യുനാനിക്കുണ്ട് ഫാർമക്കോപ്പിയ. നമുക്കറിയാം, അറബിക് വൈദ്യശാസ്ത്രമാണ് യുനാനി. ഇന്ത്യയിലെത്തിയത് മുഗൾ ഭരണകാലത്താണ്. അപ്പോൾ പുരാതന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം യുനാനി UPC എന്നാണ് അതിന് പറഞ്ഞത്, യുനാനി ഫാർമക്കോപ്പിയ കമ്മിറ്റി. അവരാണ് അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് അലോപ്പതിക് ഫാർമക്കോപ്പിയ, അതൊരു നമുക്കറിയാം വെസ്റ്റേൺ മെഡിസിൻ്റെ അലോപ്പതി ഒരു ശാസ്ത്രീയമായിട്ടുള്ള ആധുനിക പരീക്ഷണങ്ങളുടെ ഒരു ചരിത്രമാണ് ഇതിനുള്ളത്. പ്രധാനമായിട്ടും കെമിക്കൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ അലോപ്പതിക് ഫാർമക്കോപ്പിയ. ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മിറ്റി, IPC ആണ് ഇപ്പോൾ അതിൻ്റെ നിലവാരങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. 1955 ഇന്ത്യയിൽ ഒരു ഫാർമക്കോപ്പിയ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു ഫാർമക്കോപ്പി എടുത്താൽ അതിനകത്ത് ഓരോ മരുന്നിനെ കുറിച്ചും തിരിച്ചറിയുന്നതിനും, അതായത് ഐഡന്റിഫിക്കേഷൻ, അതിൻ്റെ പ്യൂരിറ്റി, അതിൻ്റെ പരിശുദ്ധി പരിശോധിക്കുന്നതിനൊക്കെയുള്ള കൃത്യമായ പരിശോധനാ രീതികൾ ഈ പുസ്തകത്തിൽ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇൻഡിവിജ്വലൈസ്ഡ് ഡ്രഗ്സ്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇൻഡിവിജ്വലൈസ്ഡ് ഡ്രഗ് പ്രിപ്പറേഷൻ, ഡയറക്ഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. ഓരോ ഡ്രഗിനെ കുറിച്ചും ഉള്ള ഓരോ അതിൻ്റെ ആ ഡ്രഗിൻ്റെ എല്ലാ നിയമപരമായ സാധ്യതയും അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷനും പ്രിപ്പറേഷനും സോഴ്സും എല്ലാം കാണിക്കുന്ന ഓരോ മോണോഗ്രാഫ് എന്ന് പറയും. ഇതിനെയാണ് മോണോഗ്രാഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ ഫാർമക്കോപ്പിയിലുള്ള ഒരു ഡ്രഗിനെ കുറിച്ചുള്ള, ഒരു ഇൻഡിവിജ്വൽ ഡ്രഗിനെ കുറിച്ചുള്ള ഈ വിവരണങ്ങൾക്കാണ് നമ്മൾ മോണോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഡ്രഗിനെ കുറിച്ച് അറിയണമെങ്കിൽ, ഇപ്പോൾ ബെലഡോണ എന്നുള്ള ഡ്രഗിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ ബെലഡോണയുടെ മോണോഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പം നമ്മുടെ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയുടെ ഏത് എഡീഷനിലാണ് അതുള്ളതെന്ന് നോക്കിയാൽ നമുക്കത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റും. അപ്പോൾ രാജ്യത്ത് നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ മരുന്നുകൾക്കും ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. ഇതാണ് നമുക്ക് ചുരുക്കി ഒരു ഫാർമക്കോപ്പിയ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ എല്ലാ സിസ്റ്റങ്ങൾക്കും ഉണ്ട് ഫാർമക്കോപ്പിയ. ഇനി മരുന്നിൻ്റെ പേരും വിവരണങ്ങളും അതിൻ്റെ പരീക്ഷണ രീതികളും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും, ആരാണ് ആ ഡ്രഗ് ആദ്യമായിട്ട് പ്രൂവ് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ ആ മരുന്നിൻ്റെ ഒരു ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയാണ് ആ മരുന്നിൻ്റെ ശരിക്കുള്ള ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ മോഡേൺ ടെക്നിക്സും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ക്രോമറ്റോഗ്രാഫി, പ്രധാനമായിട്ട് ഇപ്പോൾ ക്രോമറ്റോഗ്രാഫി പലതരം, ഹൈ പെർഫോമൻസ് ക്രോമറ്റോഗ്രാഫി ഉണ്ട്, ഒരുപാട് TLC അല്ലെങ്കിൽ അൾട്രാവയലറ്റ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ഇങ്ങനെയുള്ള ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ എങ്ങനെയാണ് ഓരോ മരുന്നിൻ്റെയും ഗുണനിലവാരം പരിശോധിക്കുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മുടെ കെമിക്കൽ സൾഫർ എടുത്തു. ഈ സൾഫർ നമ്മൾ നാച്ചുറൽ സോഴ്സിൽ നിന്നുള്ള സൾഫറിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം ശരിക്കും. അല്ലാതെ നമ്മൾ മരുന്നുകളെ കിട്ടുന്ന കെമിക്കൽ സോഴ്സ് അല്ല. ശരിക്കും ഹനുമാൻ പ്രൂവ് ചെയ്ത് ആ നാച്ചുറൽ സോഴ്സ് ആയിട്ടുള്ള സൾഫറാണ്. അപ്പം അതിൻ്റെ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ചെറിയതായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് കാണും, ആ ഡ്രഗ്സിനകത്ത് ഉണ്ടാകും. അപ്പം അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ഓഫ് ഇമ്പ്യൂരിറ്റീസും ഈ ഓരോ ഡ്രഗിനും പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഇമ്പ്യൂരിറ്റീസ് വരെ ഇതിനകത്താകാം.
പക്ഷെ അത് വെച്ചാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ സൾഫറിന്റെ നാച്ചുറൽ സോഴ്സിൽ വേറെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ വെച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ശരിക്കുള്ള സൾഫറിന്റെ പ്രൂവിംഗ് എന്ന് നമുക്ക് വേണേ പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ഫാർമക്കോപ്പിയ ഉപയോഗപ്രകാരം നമ്മൾ മരുന്നുകൾ നിർമ്മിക്കുന്ന വഴി നമുക്ക് എല്ലാ എല്ലാ ബാച്ചുകളും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമുക്കിപ്പം എത്രയോ ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്. അപ്പൊ അത് അവിടെയൊക്കെ നിർമ്മിക്കുന്ന മരുന്നുകളൊക്കെ ഒരേ ഗുണനിലവാരം പുലർത്തണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. ഇന്ത്യയിലെന്നല്ല, ലോകത്തിൽ എവിടെ നമ്മൾ ഒരു ഹോമിയോപ്പതിക് ഡ്രഗ് ഉണ്ടാക്കിയാലും അതിന്റെ ഗുണനിലവാരം ഏത് ബാച്ച് ഡ്രഗ് എടുത്താലും അതിന്റെ ഒരേ ഗുണനിലവാരം പുലർത്തണം എന്നുള്ളതാണ്, ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതുവഴി നോക്കി വ്യാജ മരുന്നുകൾ, പ്രത്യേകിച്ച് അലോപ്പതിയിലാണ്, വ്യാജ മരുന്നുകൾ തടയാനും അതിനുവേണ്ട കാലാനുസൃതമായ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഫാർമക്കോപ്പിയയിൽ ഓരോരോ എഡിഷൻസിലും വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഫാർമക്കോപ്പിയെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ. ഇനി നമുക്കറിയേണ്ടത് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയാണ്. ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ജനറലായിട്ടും ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നമുക്കറിയാം, ആദ്യമായിട്ട് ഡോക്ടർ സാമുവൽ ഹനുമാനാണ് ഹോമിയോപ്പതി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് എന്നാണ് 1790 സിങ്കോണ പ്രൂവിങ് നടത്തിയത് നമുക്കറിയാം. അതിനുശേഷം 1796 ഹനുമാൻ ഒരു എസ്സേ വഴി ഇത് പബ്ലിക്കിനോട് അനൗൺസ് ചെയ്തത്. അതാണ് ബർത്ത് ഇയർ ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് 1796. അപ്പോൾ 1796 ഔദ്യോഗികമായി ഹോമിയോപ്പതിയെ കുറിച്ച് അല്ലെങ്കിൽ ഹോമിയോപ്പതി ഒരു വൈദ്യശാസ്ത്രമായി അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ശരിക്കുള്ള ബേസ് ഇങ്ങനെയാണ്. നമ്മൾ ബർത്ത് ഇയർ ഓഫ് ഹോമിയോപ്പതി 1796 എന്ന് പറയുന്നു. അപ്പൊ ഈ സമയത്ത് അതിനുശേഷം ഹനുമാന്റെ ഒരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹനുമാൻ എത്ര ഡ്രഗ് പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? എങ്കിലും ഏകദേശം ഒരു 99 ഡ്രഗ്സ് ആണ് ഹനുമാൻ പ്രൂവ് ചെയ്തിട്ടുള്ളത്. 99 ഡ്രഗ്സ്. അപ്പൊ ഈ ഹനുമാനും പിന്നെ ഹനുമാന്റെ ശിഷ്യന്മാര് എല്ലാവരും കൂടി, ഹനുമാൻ പ്രൂവ് ചെയ്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഹനുമാന്റെ ഒരു അവസാന കാലഘട്ടത്തോടായപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഹെറിങ് എല്ലാവരും ഒരുപാട് ഡ്രഗുകൾ പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്പർ ഓഫ് ഡ്രഗ്സ് വർദ്ധിച്ചു. ഈ ഹനുമാന്റെ കാലഘട്ടത്തിൽ ഇവരൊക്കെ തന്നെത്താനാണ് ഈ ഡ്രഗ് ഉണ്ടാക്കിയിരുന്നത്. ഒരു ഡ്രഗ് ഒരു ഫിസിഷ്യൻ തന്നെയാണെങ്കിൽ, ഇപ്പോൾ സിങ്കോണ ഉണ്ടാക്കണമെങ്കിൽ അവർ തന്നെ കളക്ട് ചെയ്ത് അവർ തന്നെ ആ മെത്തഡോളജി റെഫർ ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഹനുമാന്റെ കാലഘട്ടത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഇതിനകത്തുള്ള ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഈ അവർ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പം അതിനകത്തൊരു സ്റ്റാൻഡർഡൈസേഷൻ വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയം വരാം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മരുന്നിന് തീർച്ചയായിട്ടും ആ ക്വാളിറ്റി ഉണ്ടാകുകയും ചെയ്യും. അത് മറ്റൊരു കാര്യം. ഇപ്പോൾ ഹനുമാന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഇത്രയും ഏതാണ്ട് 99 ഡ്രഗും പിന്നീട് അവർ പ്രൂവ് ചെയ്ത ഒരുപാട് ഡ്രഗുകൾ വരുന്നുണ്ട്. ഹെറിങ് ഒക്കെ പ്രൂവ് ചെയ്ത ഡ്രഗുകളും ഇതെല്ലാം കൂടെ ഒരുപാട് മരുന്നുകൾ പിന്നീട് ഹനുമാന്റെ അവസാന കാലഘട്ടത്തിലായപ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. ഈ മരുന്നുകളെ കുറിച്ചൊക്കെ ഇതിന്റെ പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ അറിയാൻ എല്ലാവർക്കും ഓർത്തിരിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പം അതിനാണ് അങ്ങനെയാണ് ഒരു ഫാർമക്കോപ്പിയുടെ ആവശ്യകത ഉണ്ടാകുന്നത്. അപ്പൊ ഹനുമാൻ വാസ്തവത്തിൽ നിങ്ങൾക്കറിയാം, ഹനുമാൻ ആദ്യമായിട്ട് ഈ സിങ്കോണ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് ആദ്യമായിട്ട് ഒരു ഫ്രാഗ്മെന്റ ഡി വിരിബസ്, പേര് ഓർത്തിരിക്കണ്ട, ഫ്രാഗ്മെന്റ ഡി വിരിബസ് മെഡിക്കാമെന്റോറം പോസിറ്റിവിസ് സീവിൻസാനോ കോർപ്പറോ ഹ്യൂമാനോ ഒബ്സർവേറ്റിസ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതി 1805. അതില് ഏകദേശം 27 മെഡിസിനെ കുറിച്ച് പറയുന്നുണ്ട്. 27 മെഡിസിൻ. വാസ്തവത്തിൽ ഇതാണ് മനുഷ്യ ശരീരത്തിൽ ആദ്യമായിട്ട് പ്രൂവ് ചെയ്ത ഡ്രഗിനെ കുറിച്ച് ഉള്ള ആദ്യത്തെ ഒരു മെറ്റീരിയൽ പിടിക്കുകയാണ് ഈ ഫ്രാഗ്മെന്റ് ഡി വിരിബസ്. വേറെ ഒരു സിസ്റ്റത്തിലും അങ്ങനെ ഒരെണ്ണം ഇല്ല. അതാണ് ഏറ്റവും വലിയ അതിന്റെ ഇമ്പോർട്ടൻസ്. മനുഷ്യ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഡ്രഗുകളുടെ ഒരു വിവരണം ആദ്യമായിട്ട് ഈ ഫ്രാഗ്മെന്റ ഡി വിരിബസ് മെഡിക്കാമെന്റോറം പോസിറ്റിവ്സിലാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 1796 ഒരു എസ്സേ പബ്ലിഷ് ചെയ്തു. അതിന്റെ പേരിപ്പം എസ്സേ ഓൺ ന്യൂ പ്രിൻസിപ്പിൾസ് ഫോർ സർട്ടൈനിങ് ക്യൂറേറ്റീവ് പവർ ഓഫ് ഡ്രഗ് ആൻഡ് സം എക്സാമിനേഷൻ ഓഫ് ദി പ്രീവിയസ് പ്രിൻസിപ്പിൾസ്
എന്നുള്ള ഒരു എസ്സേ ആണ് ആദ്യമായിട്ട് ഹോമിയോപ്പതിയെ കുറിച്ച് പുറം ലോകം അറിയുന്നത്. ഹ്യൂഫ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു ജേർണലിൽ അതിന്റെ വോളിയത്തിൽ ഹനുമാൻ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നു. പിന്നീട് അതിൽ ഈ സിങ്കോണയുടെ എക്സ്പെരിമെന്റിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പിന്നീട് ഹനുമാന്റെ ഒരുപാട് ഹനുമാൻ എല്ലായിടത്തോളം ലിറ്ററേച്ചർ ഒരു മെഡിക്കൽ ഡോക്ടേഴ്സ് എഴുതി കാണത്തില്ല, അതുമാതിരി എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം, അതിൽ ഒരു ഹനുമാന്റെ ചെറിയ ചെറിയ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളുടെയും ഒരു ഗ്രാജുവലായിട്ടുള്ള ഹോമിയോപ്പതിയുടെ പ്രോഗ്രസ് അറിയുന്നത്, ഡെവലപ്മെന്റ് അറിയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ദി ലെസർ റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക്, അതിനകത്ത് ചെറിയ ചെറിയ ഒരുപാട് ആർട്ടിക്കിൾസിൽ കൂടെ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നീട് ഓർഗൻ ഓഫ് മെഡിസിൻ, അതാണ് പ്രധാനപ്പെട്ട ഒരു സോഴ്സ്. നിങ്ങൾക്കറിയാം, ഓർഗൻ ഓഫ് മെഡിസിൻ 6 എഡിഷൻ ഉണ്ട്. 1810 ഒന്നാമത്തെ എഡീഷൻ. അതിനകത്ത് 19 രണ്ടാമത്തെ എഡീഷൻ, 24 മൂന്നാമത്തെ എഡീഷൻ, 29 നാലാമത്തെ എഡീഷൻ, 33 അഞ്ചാമത്തെ എഡീഷൻ. പിന്നെ ഹനുമാന്റെ മരണശേഷമാണ് അടുത്ത എഡീഷൻ. ഹനുമാൻ 1842 ഈ ഓർഗൻ ഓഫ് മെഡിസിന്റെ 6th എഡീഷൻ പബ്ലിഷ് ചെയ്യില്ല, എഴുതി കഴിഞ്ഞെങ്കിലും അത് പ്രസിദ്ധീകരിച്ചത് ചില പ്രത്യേക സാഹചര്യത്തിൽ. അത് ഹനുമാന്റെ മരണശേഷം ഏകദേശം 78 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് 1921 6th എഡീഷൻ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം നമുക്കറിയാം, 6th എഡീഷനിലാണ് കൂടുതലായിട്ടും സീറോ ബാർ പൊട്ടൻസിയെ കുറിച്ച് പറയുന്നതും ആ സീറോ ബാർ പൊട്ടൻസിയുടെ സാധ്യതയൊക്കെ പലരും അറിഞ്ഞു തുടങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. അതിന്റെ കാരണം ഇതാണ്. ഹനുമാൻ 1838 അല്ലെ 1839 സീറോ ബാർ പൊട്ടൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. 6th എഡീഷൻ അതിനെ കുറിച്ച് എഴുതിയെങ്കിലും ലോകം അറിയുന്നത് അന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ചിതറിക്കിടക്കും, ഇതെല്ലായിടത്തുമായിട്ട് ചിതറിക്കിടക്കുന്നു. അതേപോലെ ഓർഗനോണ്ടി 6th എഡീഷൻസ്. പിന്നെ ഉള്ളത് ക്രോണിക് ഡിസീസ്. നമുക്കറിയാം, ക്രോണിക് ഡിസീസ് അതിന്റെ 2 എഡീഷൻ ഉണ്ട്. ഫസ്റ്റ് എഡീഷൻ ഒരു 4 വോളിയുണ്ട്. സെക്കൻഡ് എഡീഷൻ ആണെങ്കിൽ 5 വോളിയുണ്ട്. അതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല ഇവിടെ, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ സെക്കൻഡ് എഡീഷൻ 5 വോളിയുണ്ട്. അതൊക്കെ ക്രോഡീകരിച്ച് ഇപ്പം നമുക്ക് ക്രോണിക് ഡിസീസിന്റെ 2 വോളിയായിട്ടാണ് ഇപ്പം വരുന്നത്, 2 എഡീഷൻസ്. അതിനകത്ത് ഈ ക്രോണിക് ഡിസീസിന്റെ ഫസ്റ്റ് എഡീഷനിൽ ഏകദേശം പിന്നെ 25 ഡ്രഗിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ സെക്കൻഡ് എഡിഷനിൽ 48 മെഡിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ പലതും നേരത്തെയുള്ള മറ്റേ മെഡിക്കലോ അവിടെയൊക്കെ പറയുന്ന മെഡിസിനും കൂടെ കൂട്ടിയാണ്. സെക്കൻഡ് എഡിഷൻ 23 മെഡിസിനെ കുറിച്ച് പറയുന്നുണ്ട്. 13 ന്യൂ മെഡിസിൻ ആണ്. അങ്ങനെ 12 നേരത്തെ തന്നെ മറ്റേ മെഡിക്കൽ പ്യൂറിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ലിറ്ററേച്ചറുകൾ. പിന്നെയുള്ളത് പ്രധാനമായിട്ടുള്ളത് മെറ്റീരിയ മെഡിക്ക പ്യൂറ. അത് തന്നെ നമുക്കറിയാം, 1811 ഒരു ഫസ്റ്റ് എഡീഷൻ വോളിയം 1 പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ 1816, 17, 18, 19, 20 ഇങ്ങനെയുള്ള ഇത്രയും വർഷങ്ങൾ കൊണ്ട് 6 എഡീഷൻ പബ്ലിഷ് ചെയ്തു. പിന്നെ സെക്കൻഡ് എഡീഷൻ, അതിനും ഏതാണ്ട് ഒരു 4 വോളിയത്തോളം ഉണ്ട്. അപ്പൊ ഇത്രയും ലിറ്ററേച്ചറുകളിൽ ഈ മരുന്നുകളുടെ എല്ലാ മരുന്നുകളുടെ പ്രിപ്പറേഷനും ഒക്കെ ഓരോ മരുന്നിന്റെയും കീഴ് ഹനുമാൻ പറയുന്നുണ്ട്. കീഴല്ല, അതിനോട് ചേർന്ന് അതിനകത്ത് നമ്മൾ ഇപ്പം അത്രയും മെറ്റീരിയ മെഡിക്ക പ്യൂറ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് റെഫർ ചെയ്യണം. ഇങ്ങനെ പല ബുക്സ് റെഫർ ചെയ്തെങ്കിലേ നമുക്കൊരു ഡ്രഗ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പം അത് 99 ഡ്രഗ് ഉള്ളത് കൊണ്ട് അത് വളരെ ഈസി ആയിരിക്കാം. പക്ഷെ പിന്നീട് ഈ നമ്പർ ഓഫ് മെഡിസിൻസ് കൂടി വന്നപ്പോഴത്തേക്കും ഇതിന്റെ ആവശ്യകത വന്നു. അപ്പം ഹനുമാന്റെ കാലഘട്ടത്തിൽ തന്നെ ഡോക്ടർ കാൾ ഡബ്ല്യു കാസ്പാരി എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഡോക്ടർ, ജർമ്മനിയിൽ തന്നെയുള്ള ഒരു ഡോക്ടർ 1825 ഒരു ആദ്യമായിട്ട് ഒരു ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ അത് ഇംഗ്ലീഷ് പവർ പോയിന്റ് ഉണ്ട്, അത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്. ഒരു ഇംഗ്ലീഷ് പവർ പോയിന്റ് ആണ്, അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു മിനിറ്റ്. കാണാവോ? കാണാം. കാണാം. ഇത് ഫാർമക്കോപ്പിയ. ഇത് നമ്മൾ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട്
ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് പോവാം. അപ്പം ഇത് ഫാർമക്കോപ്പിയുടെ ഡെഫിനേഷനാണ്. അത് ഏതെങ്കിലും അതാണ് ഒഫീഷ്യൽ ഫാർമക്കോപ്പി എന്നും അൺഒഫീഷ്യൽ ഫാർമക്കോപ്പി എന്നും ഞാൻ പറഞ്ഞത്. ഇതൊരു ഡെഫിനേഷനാണ്. പിന്നെ ഒരു അതോറിറ്റി പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റിയോ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ അത് ഒഫീഷ്യൽ ഫാർമക്കോപ്പിയാണ്. ഹോമിയോപ്പതി ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു ഒഫീഷ്യൽ ഫാർമക്കോപ്പിയാണ്, ഇന്ത്യയുടെ ഒഫീഷ്യൽ ഫാർമക്കോപ്പിയാണ്. അൺഒഫീഷ്യൽ പബ്ലിഷ്ഡ് ബൈ എനി പേഴ്സൺ. നമുക്ക് ഒരു HPI ഹോമിയോപ്പതി ഫാർമക്കോപ്പി ഓഫ് ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ് ഡോക്ടർ ഭട്ടാചാര്യ ആൻഡ് കമ്പനിയുടെ ഒരു ഫാർമക്കോപ്പി ഉണ്ടായിരുന്നു. അതാണ് അൺഒഫീഷ്യലാണ്, പക്ഷേ അതൊരു നല്ല ഒരു ഫാർമക്കോപ്പി ആയിരുന്നു. അതനുസരിച്ചാണ് അവരൊക്കെ മെഡിസിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഇന്ത്യയിൽ നമ്മൾ ഒരു മെഡിസിൻ ഉണ്ടാക്കണമെങ്കിൽ അത് ജർമ്മൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ, പിന്നെ ബ്രിട്ടീഷ് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ, പിന്നെ ഫാർമക്കോപ്പി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ. ഇതൊക്കെയാണ് നമുക്ക് ആധികാരികമായിട്ട് റെഫർ ചെയ്യാൻ ഉണ്ടായിരുന്ന ബുക്ക്. അത് പ്രകാരമായിരുന്നു നമ്മൾ മരുന്നുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഒരു ഡ്രഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ മോണോഗ്രാഫ് എന്ന് പറഞ്ഞു. ഒരു മോണോഗ്രാഫിൽ ഒരു ഡ്രഗിനെ കുറിച്ചുള്ള ഇത്രയും വിവരണങ്ങളുണ്ട്. അതായത് അതിൻ്റെ സോഴ്സ് ഏതാണ്, ഹാബിറ്ററ്റ്. ഇപ്പോൾ ഒരു പ്ലാന്റ് ആണെങ്കിൽ അത് എവിടെയാണ് വളരുന്നത്, അതിൻ്റെ എവിടെയാണ് അത് വളരുന്നത്. ഇപ്പം കാശ്മീരി വളർന്ന ഡ്രഗ് ആണെങ്കിൽ അത് അവിടെ അങ്ങനെ എഴുതും, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ. പിന്നെ ഡിസ്ക്രിപ്ഷൻ, ആ ഡ്രഗിനെ കുറിച്ച് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഡ്രഗിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഐഡന്റിഫിക്കേഷൻ, എങ്ങനെ ആ ഡ്രഗ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മോണോഗ്രാഫ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം എങ്ങനെയാണ് ആ ഡ്രഗ്. അത് തന്നെ നമുക്ക് പിന്നെ ഓർഗനോലെപ്റ്റിക് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സെൻസ് ഓർഗൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാവുന്ന, നമ്മുടെ നേക്കഡ് ഐ കൊണ്ടും സ്മെല്ല് കൊണ്ടും ടേസ്റ്റ് കൊണ്ടും ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ഉള്ളത് മൈക്രോസ്കോപ്പിക് ഇവാലുവേഷൻ, അങ്ങനെ ഐഡന്റിഫിക്കേഷൻ. ഇതൊക്കെയാണ് ഐഡന്റിഫിക്കേഷൻ പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ കളക്ഷൻ, എങ്ങനെയാണ് ഡ്രഗ് കളക്ട് ചെയ്യേണ്ടത്. ഓരോ ഡ്രഗും കളക്ട് ചെയ്യുന്നതിന് പ്രത്യേക സമയമുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓരോ ഡ്രഗ് ആ സമയത്ത് കളക്ട് ചെയ്തില്ലെങ്കിൽ ആ ഡ്രഗിന് അതിൻ്റെ ക്വാളിറ്റി കിട്ടത്തില്ല. ഇപ്പോൾ റെസ്റ്റോക്സ് എന്ന് പറയുന്ന ഡ്രഗ് തന്നെ സാധാരണ എല്ലാ ഡ്രഗും, മിക്കവാറും എല്ലാ വെജിറ്റബിൾ ഡ്രഗും കളക്ട് ചെയ്യുന്നത് രാവിലെ ഒരു സൺലൈറ്റ് ഒക്കെ ജസ്റ്റ് വരുന്ന സമയത്ത്, ആ രാവിലത്തെ ആ ഒരു എന്താ പറയുക മോയ്സ്ചറൊക്കെ പോകുന്ന സമയത്താണ് ഒരു ഡ്രഗ് കളക്ട് ചെയ്യേണ്ടത്. പക്ഷേ റെസ്റ്റോക്സ് എന്ന് പറയുന്ന ഡ്രഗ് കളക്ട് ചെയ്യുന്നത് വൈകിട്ടാണ്. അത് മഴയുടെ സീസണിൽ തന്നെ കളക്ട് ചെയ്യാം. ഇങ്ങനെ ഓരോ ഡ്രഗിനും എപ്പോഴാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ പ്രിപ്പറേഷൻ, ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡ്രഗിൻ്റെ പ്രിസർവേഷൻ, എങ്ങനെയാണ് ഡ്രഗിനെ പ്രിസർവ് ചെയ്യുന്നത്. കമ്പൈനിങ്, കമ്പൈനിങ് നമുക്ക് വരുന്നില്ല. പിന്നെ ഉള്ളത് വെഹിക്കിളുമായിട്ടുള്ള കോമ്പിനേഷൻ. കമ്പൗണ്ടിങ്ങും ഹോമിയോപ്പതിയിൽ ഇല്ല, കാരണം നമ്മളൊരു പല ഡ്രഗുകൾ ഒരുമിച്ച് ചെയ്യാറില്ല. ഒരു മിക്സറായിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നോ രണ്ടോ കെമിക്കൽ, ഇപ്പോൾ ഹെപ്പാർ സൾഫ് അല്ലെങ്കിൽ നാട്രമോർ എന്നൊക്കെ പറയുന്നത് ഒരു കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആണ്. അപ്പം അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം, മെഡിസിനായിട്ട് ട്രൈസലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം ഇങ്ങനെ. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ, അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ആ ഡ്രഗിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ ആണ് ഇതിൻ്റെ അകത്ത് മുഖ്യമായിട്ടുള്ളൊരു കാര്യം. സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടെങ്കിൽ ഈ ഡ്രഗ് എവിടെയും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് മേടിക്കുന്ന ഡ്രഗും നമുക്ക് ഉപയോഗിക്കാം, കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇതാണ്. പിന്നെ അതിനകത്ത് വേറെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഡോസ് പോസോളജി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അതുപോലെ പിന്നെ മോണോഗ്രാഫ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ഡ്രഗിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് മോണോഗ്രാഫ്. ഞാൻ നേരത്തെ പറഞ്ഞ കാർൾ W. കാസ്പാരിയാണ് ആദ്യമായിട്ട് ഒരു ഫാർമക്കോപ്പിയ, ഫസ്റ്റ് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ. എൻ്റെ പേരാണ് ഡിസ്പെൻസറ്റോറിയം ഹോമിയോപ്പതിക്ക. ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഒരുപാട് പേര് 1842 ജാർ എന്ന് പറഞ്ഞൊരു ന്യൂ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി ആൻഡ് പോസോളജി. 1845 ഒരു ഗവർണർ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഒരുപാട് ഇവല്യൂഷനാണ്, ആ ഫാർമക്കോപ്പിയുടെ ഇവല്യൂഷൻ. പിന്നെ അത് അടുത്ത ഒരു 1870 ബ്രിട്ടീഷ്, അതാണ് ഹോമിയോപ്പതിക് സൊസൈറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ. അതാണ് ഒരു സ്റ്റാൻഡേർഡ് ബുക്കായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ബുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ, 1870. അപ്പോൾ അവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ല
അല്ല, ബ്രിട്ടീഷ് ഫെഡറൽ ഗവൺമെന്റ് അല്ല, അതിനെ ബ്രിട്ടീഷ് ഹോമിയോപ്പതിക് സൊസൈറ്റിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഓർ ഓർഗനൈസേഷൻ. പിന്നെ 1892 ഭട്ടാചാര്യ അവർ ആദ്യമായിട്ടൊരു ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തു. അത് അൺഒഫീഷ്യലാണ്. പിന്നെ അമേരിക്കൻ ഹോമിയോപ്പതി സൊസൈറ്റി പബ്ലിഷ് ചെയ്തു അമേരിക്കൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ. 1901 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു യൂണിഫോം ഡ്രഗ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നു. അങ്ങനെയാണ് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആദ്യമായിട്ട് ഒരു യൂണിഫോം ഡ്രഗ്സ് ടെക് ഉണ്ടാക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് 1971 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് പബ്ലിഷ്ഡ് ഫസ്റ്റ് വോളിയം ഓഫ് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ ഓഫ് ഇന്ത്യ. അതാണ് ഫസ്റ്റ് വോളിയം 1971. അതിനകത്ത് 150 ഡ്രഗുകളെ കുറിച്ച് പറയുന്നുണ്ട്, 180 ഡ്രഗ്സ്. പിന്നെ ഇപ്പം നമുക്ക് ഏകദേശം 10 എഡീഷൻസ് ആയി. ഇപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ഫസ്റ്റ് എഡീഷൻ ആണെങ്കിൽ ഇപ്പൊ 2000 ലാസ്റ്റ് വന്നത് ഈ കഴിഞ്ഞ വർഷം ആണ് 10ാമത്തെ എഡീഷൻ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ 1971 HPAയുടെ ഫസ്റ്റ് വോളിയം. 1970 ഫസ്റ്റ് വോളിയത്തിൽ 180 മോണോഗ്രാഫ്സ് ഉണ്ട്, 150 ഡ്രഗുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ 1974 100 ഡ്രഗിനെ കുറിച്ച് സെക്കൻഡ് വോളിയം. തേർഡ് വോളിയം 1978 105 ഡ്രഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. 1984 ഫോർത്ത് 107 ഡ്രഗുകളെ കുറിച്ച് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. 1987 ഫിഫ്ത്ത് എഡീഷൻ 114 ഡ്രഗുകളെ കുറിച്ച് പറയുന്നുണ്ട്. 1990 സിക്സ്ത് എഡീഷൻ 104 ഡ്രഗ്. പിന്നെ സെവൻത് 1999 105 ഡ്രഗുകൾ. 2000 എയ്ത്ത് എഡീഷൻ 101 ഡ്രഗ്സ്. 2006 നയൻത് എഡീഷൻ 100 ഡ്രഗ്സ്. 2013 10th എഡീഷൻ 101 ഡ്രഗ്സ്. ഈ 2025 ഏപ്രിൽ 10 ലാസ്റ്റ് എഡീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, 11th എഡീഷൻ. അതിനകത്ത് 68 ഡ്രഗ്സ് ഉണ്ട്. അപ്പം ടോട്ടൽ നമ്മുടെ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയയിലുള്ളത് 1185 ഡ്രഗുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫാർമക്കോപ്പിയയിൽ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒഫീഷ്യൽ ഡ്രഗ്. ഈ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ ഉപയോഗിച്ച് നമ്മളുണ്ടാക്കുന്ന എല്ലാ ഡ്രഗ്സിനും ഈ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒഫീഷ്യൽ ഈ ആ ഡ്രഗിനെ നമുക്ക് എപ്പോഴും സ്റ്റാൻഡേർഡൈസ്ഡ് ഡ്രഗ് എന്ന് പറയാൻ പറ്റും. ഇത് ഫോളോ ചെയ്തായിരിക്കണം ഇന്ന് ഇന്ത്യയിൽ ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഒരു ഡ്രഗ് ഉണ്ടാക്കുവാണെങ്കിലും അത് ഈ ഒഫീഷ്യൽ ഫാർമക്കോപ്പിയെ ഫോളോ ചെയ്തായിരിക്കണം. പക്ഷേ നമുക്കറിയാം, ഇന്ന് നമുക്ക് ഏകദേശം ഏത് ഡ്രഗ് ചോദിച്ചാലും കിട്ടും. 5000, 6000, 6000ത്തിൽ പരം ഡ്രഗ് ഇന്ന് നമുക്ക് കിട്ടും മാർക്കറ്റിൽ. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഫാർമക്കോപ്പിയെ ബേസ് ചെയ്തല്ല. അല്ലാത്ത ഡ്രഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മറ്റ് ബ്രിട്ടീഷ് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയോ അമേരിക്കൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയോ ജർമ്മൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയോയിൽ പറഞ്ഞിരിക്കുന്ന ഡ്രഗ്സിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ പുതിയ ഡ്രഗ് വരുന്നതൊക്കെ ഫോർമുലറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ ഈ ഡ്രഗിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം കിട്ടുന്ന പല ഡ്രഗും അങ്ങനെ ഫോർമുലറി വെച്ചിട്ടുണ്ടാക്കിയ ഡ്രഗാണ്. അല്ലാതെ ശരിക്കും നമ്മുടെ ഒഫീഷ്യൽ ഫാർമക്കോപ്പിയ ഫോളോ ചെയ്തെടുക്കുന്ന ഡ്രഗ്സ് അല്ല. നമുക്ക് ഒരുപാട് മരുന്ന് ഇപ്പം കിട്ടുന്നുണ്ട്. നമുക്കിനി ഒരു പുതിയ മരുന്ന് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ, ആ ഫാർമക്കോപ്പിയ വരണമെങ്കിൽ അതിന് ചില കൃത്യമായിട്ടുള്ള നിയമങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരു ഫാർമക്കോപ്പിയ കമ്മിറ്റി ഫോർ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി എന്ന് പറയുന്ന PCIM&H എന്ന് പറയും. PCIM&H ഫാർമക്കോപ്പിയ കമ്മിറ്റി ഫോർ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി. അവിടെയാണ് ഇതിനുള്ള നടപടികൾ ആദ്യമായിട്ട് സ്വീകരിക്കുന്നത്. അവരാണ് ആദ്യമായിട്ട് സ്വീകരിക്കുന്നത് പുതിയ മരുന്ന്. അപ്പോൾ പുതിയ മരുന്ന് HPA ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒരു ഡോക്ടർ പുതിയ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ശരിക്കും ആദ്യമായിട്ട് നമ്മൾ ഇവർക്ക് പ്രൊപ്പോസൽ കൊടുക്കണം. ഒരു പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യണം, അപേക്ഷ. അതിൻ്റെ
സോഴ്സ്, ഉറവിടം, പ്രധാനമായിട്ടും അതിൻ്റെ ആ സോഴ്സ്, ഡ്രഗിൻ്റെ സോഴ്സ്, അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കണം, ഈ പ്രൊപ്പോസലിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പം ഈ നിർദ്ദേശങ്ങൾ നമ്മൾ PCM ആൻഡ് Hന് സമർപ്പിക്കുമ്പോഴത്തേക്കും ശാസ്ത്രീയ പരിശോധനയും അതുണ്ട്, ഗുണനിലവാര നിയന്ത്രണം, അതായത് സയൻറ്റിഫിക് ഇവാലുവേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോളാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിന് നമ്മൾ ഷെഡ്യൂൾഡ്, അതാണ് നിയമം, ഷെഡ്യൂൾഡ് M1 GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് അനുസരിച്ചായിരിക്കണം ഈ ഇതിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. നമുക്കറിയാം GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. പിന്നെ അതിൻ്റെ സോഴ്സ് ഏതാണ്, പ്യൂരിറ്റി, ഡ്രഗിൻ്റെ പ്യൂരിറ്റി, ക്വാളിറ്റി, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് ആപ്ലിക്കേഷനിൽ ചേർത്തിരിക്കണം. പിന്നെയാണ് ഇതിന് ലാബറട്ടറി പരിശോധന നടത്തേണ്ടത്. അപ്പോൾ ഈ മരുന്നിൻ്റെ സാമ്പിൾ എടുത്തിട്ട് നമ്മുടെ ഹോമിയോപ്പതിയുടെ ആണെങ്കിലും ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ആണെങ്കിലും ഈ എല്ലാ ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൻ്റെയും മരുന്നുകൾ അംഗീകരിക്കുന്നത് നിങ്ങൾക്കറിയാം, HPL കേട്ടിരിക്കും, കൽക്കട്ട ഗാസിയാബാദിൽ ഏതെങ്കിലും ഡോക്ടേഴ്സൊക്കെ പോയി കാണും. HPL ഗാസിയാബാദിൽ ഒരു അംഗീകൃത ലാബറട്ടറി ഉണ്ട്, ICMR സ്റ്റാൻഡേർഡുള്ള ഒരു ലാബാണ്. അവിടെയാണ് ഇതിൻ്റെ പരിശോധനകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മരുന്നിൻ്റെ ഗുണനിലവാരം, അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്നിവയെക്കുറിച്ച്, അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ അകത്തുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമുക്കറിയാം, ആക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ അവിടെ വെച്ച് സ്ഥിരീകരിക്കുന്നു. എന്നിട്ട് അവരൊരു മോണോഗ്രാഫ് തയ്യാറാക്കും. അപ്പോൾ അവരുടെ ഈ എക്സ്പെരിമെൻറ്റിലൊക്കെ ഇത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് വന്നാൽ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അതിൻ്റെ നിർമ്മാണ മാനദണ്ഡങ്ങളും അതിൻ്റെ എന്നൊക്കെ ഒരു കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു മോണോഗ്രാഫായിട്ട് അവർ അംഗീകരിക്കും. എന്നിട്ട് ഈ മോണോഗ്രാഫിനെ നമ്മുടെ ആയുഷ് മിനിസ്ട്രിയുടെ അംഗീകാരം കിട്ടണം. ആയുഷ് മിനിസ്ട്രി നിയോഗിച്ച ഒരു വിദഗ്ധ സമിതിയുണ്ട്, അവരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് മരുന്ന് HPAയിൽ ഉൾപ്പെടുത്താൻ അംഗീകാരം നൽകുന്നത്. പിന്നീട് ഇത് പ്രസിദ്ധീകരിക്കുന്ന അടുത്ത HPAയുടെ പുതിയ വോളിയത്തിലായിരിക്കും ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 10th ഉണ്ട്, ഇപ്പോൾ പുതിയ ഡ്രഗിലൊക്കെ ഇവർ അംഗീകരിച്ച് വിട്ടു കഴിഞ്ഞാൽ അടുത്ത HPAയുടെ പുതിയ വോളിയത്തിൽ ഇതിനെ പ്രസിദ്ധീകരിക്കും. പക്ഷേ ആ മരുന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കാര്യം ഇവരുടെ എല്ലാ റെക്കഗ്നേഷനും മോണോഗ്രാഫും ഒക്കെ കിട്ടി. ഫാർമക്കോപ്പിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അടുത്ത ഫാർമക്കോപ്പിയിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഗുണനിലവാര നിയന്ത്രണമാണ് ഇതിൻ്റെ, അതായത് ഷെഡ്യൂൾഡ് M1 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് 1945, അത് പ്രകാരമാണ് വളരെ കർശനമായ ഗുണനിലവാര നിയന്ത്രണങ്ങൾ പാലിച്ചാണ് ഈ ഫാർമക്കോപ്പിയിൽ ചേർക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം നമുക്കറിയാം, ഹോമിയോപ്പതിക്ക് മരുന്നുണ്ടാക്കിയാൽ നമുക്ക് ഒരു അതിൻ്റെ നമ്മുടെ ഈ പൊട്ടൻറ്റൈസേഷൻ മറ്റു ഫാർമക്കോപ്പയിൽ നിന്ന് ഹോമിയോപ്പതി ഫാർമക്കോപ്പയ്ക്കുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഈ പൊട്ടൻറ്റൈസേഷൻ, ഡൈനാമൈസേഷൻ ആണ്. അപ്പം നമുക്ക് ഈ മരുന്നുണ്ടാക്കി അതിൻ്റെ പൊട്ടൻറ്റൈസേഷൻ ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്നിനെ നമുക്ക് ഇന്നത്തെ ടെക്നോളജി വെച്ച് നമുക്കൊരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഗുണനിലവാരം ആദ്യമേ തന്നെ, അതിനാണ് ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയും. ഹോമിയോപ്പതി മരുന്ന് ഉണ്ടാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ കളക്ഷൻ തുടങ്ങി, ഐഡൻറ്റിഫിക്കേഷൻ, കളക്ഷൻ, നമ്മൾ ഡ്രഗിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആദ്യം, പിന്നെ കളക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, അങ്ങനെ ഓരോ സ്റ്റെപ്പുണ്ട്. പിന്നെ അതിനെ പ്രിസർവ് ചെയ്യുന്നു, എന്നിട്ട് അവസാനം ഈ ഡ്രഗിനെ നമ്മൾ ഒരു അതിൻ്റെ എല്ലാ പ്രോസസ്സും, പിന്നെ മദർ ടിഞ്ചർ ഉണ്ടാക്കുന്നു, അല്ലെ മദർ സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നു, ഇങ്ങനെ പല പ്രോസസ്സുണ്ടല്ലോ. ഈ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതിനെ ആശ്രയിക്കുന്നു, ഈ ഫാർമക്കോപ്പിയെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഫാർമക്കോപ്പിയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഫാർമക്കോപ്പിയിൽ നമ്മൾ ഈ ഡ്രഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമ്മൾ ഏത് പൊട്ടൻസി വരെ കൊണ്ടുപോകുക എന്നുള്ളത് അതിനകത്ത് പറയുന്നു. അപ്പോൾ ഈ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയുടെ ഒരു പ്രത്യേകത, അതിനകത്ത് ഈ പൊട്ടൻറ്റൈസേഷൻ എന്നുള്ള ആ പ്രോസസ്സും അതെങ്ങനെ ഏതൊക്കെ ഡൈനാമൈസേഷൻ പ്രോസസ്സിനെ കുറിച്ചും ട്രൈച്ചുറേഷനും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയിലാണ് നമ്മളിപ്പം പറയുന്നത്. ഓരോ ഫാർമക്കോപ്പിക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ പുതിയ മോഡേൺ മെത്തേഡ്, അതായത് നമ്മളിപ്പോൾ മദർ ടിഞ്ചർ ഉണ്ടാക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഏത് മദർ ടിഞ്ചർ എടുത്താലും അതിനകത്ത് ഒരു 1/10 ഡ്രഗ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അതായത് ഒരു ഭാഗം ഡ്രഗും 9 ഭാഗം വെഹിക്കിളും, 1/10 ഡ്രഗ് സ്ട്രെങ്ത് ആണ് എല്ലാ മദർ ടിഞ്ചിൻ്റെയും യൂണിഫോം സ്റ്റാൻഡേർഡ്. അപ്പോൾ അത് പക്ഷെ ഹനുമാൻ്റെ
മെത്തേഡിൽ ഹനുമാൻ ചെയ്യുന്ന മെത്തേഡിൽ അങ്ങനെ ആയിരുന്നില്ല. അത് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. കാരണം നമ്മളതിനകത്ത് ഓരോ ഡ്രഗിലും മോയ്സ്ചർ ഉണ്ട്, മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. നമുക്കറിയാം, ഒരു ഡ്രഗ് കളക്ട് ചെയ്യുമ്പം മഴക്കാലത്ത് കളക്ട് ചെയ്താലും അല്ലെങ്കിൽ വേനൽക്കാലത്ത് കളക്ട് ചെയ്താലും അതിനകത്ത് മോയ്സ്ചർ ഉണ്ട് ആ ഡ്രഗിനകത്തൊക്കെ, അല്ലേ? മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഈ മോയ്സ്ചർ കണ്ടന്റിന് ഓരോ സമയത്തും വ്യത്യാസം ഉണ്ടാക്കുകയും സെയിം ഡ്രഗ് തന്നെ പല സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ സിങ്കോണ എടുത്തു, നമ്മൾ ഇവിടുന്ന് എടുത്താലും അത് വേറെ സ്ഥലത്ത് നിന്ന് എടുത്താലും ക്ലൈമാറ്റിക് വേരിയേഷൻ കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടന്റിന് ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പോൾ ഹനുമാന്റെ സമയത്ത് അതിനെ പല ക്ലാസ്സുകളാക്കിയിരുന്നു. 9 ക്ലാസ്സുകളാക്കിയാണ് ഹനുമാൻ ഓരോ ക്ലാസ്സിൽ പെടുന്ന ഡ്രഗുകൾക്കും ഓരോരോ പ്രത്യേക രീതി. അതൊക്കെ ഹനുമാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെത്തഡാണ്. അപ്പം അത്ര അപകടമായിട്ട് ഉള്ള വിവരം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അത് പല രീതിയിൽ അത് ഓരോ ക്ലാസ് ഇത്ര ഡ്രഗ്സ് എന്നുള്ള ഡ്രഗിനെയൊക്കെ, അപ്പം അതിനൊക്കെ ഓരോരോ പ്രത്യേക രീതിയിലുള്ള നിർമ്മാണമുണ്ട്. 9 ക്ലാസ് ഡ്രഗ്സ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾഡ് മെത്തേഡ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 വരെ മദർ ടിഞ്ചറും, അതായത് ആൽക്കഹോളിക് എക്സ്ട്രാക്ട് എന്ന് പറയാം. ക്ലാസ് 5, ക്ലാസ് 6 എന്ന് പറയുന്നത് മദർ സൊല്യൂഷൻ, ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്യാത്ത ഡിസ്റ്റിൽ വാട്ടറിൽ ഡിസോൾവ് ആകുന്നു. പിന്നെ 7, 8, 9 ആണ് ട്രൈച്ചുറേഷൻ. ഈ ഒരു ലിക്വിഡ് വെഹിക്കിളിന് ഡിസോൾവ് ചെയ്യാത്തതിനെ നമ്മൾ ട്രൈച്ചുറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇത്രയും മെത്തേഡൊക്കെ ഈ ഹനുമാന്റെ ഓരോ ക്ലാസ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഓരോ ഡ്രഗിനെയും ഏത് ക്ലാസ്സിൽ പെടുമെന്നും, ക്ലാസ് 1ൽ പെടുന്നതാണെങ്കിൽ അതിനെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേക രീതിയുണ്ട്, ക്ലാസ് 2വിന് പ്രത്യേക രീതിയുണ്ട്, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് നമുക്ക് അറിയാം. ഇതൊക്കെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആണെങ്കിൽ തന്നെ കറക്റ്റ് ആണെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയക്കാരും ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവർ രണ്ടും കൂടെ ഒരു ഇപ്പം സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയ മദർ ടിഞ്ചർ നമുക്കറിയാം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മാസറേഷൻ ആൻഡ് പെർക്കുലേഷൻ എന്ന് പറഞ്ഞ 2 മെത്തേഡ് അനുസരിച്ച് ആണ് ഇപ്പം എല്ലാ മദർ ടിഞ്ചറും ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ മദർ ടിഞ്ചറിൻ്റെയും ഡ്രഗ് സ്ട്രെങ്ത് ഒരു ഓൾമോസ്റ്റ് ഒരു 80% മദർ ടിഞ്ചറിൻ്റെയും ഡ്രഗ് സ്ട്രെങ്ത് 1/10 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയുടെ സ്റ്റാൻഡേർഡ്, അതിനകത്ത് ഡ്രഗിൻ്റെ മദർ ടിഞ്ചറിൻ്റെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ അതുകൊണ്ടുണ്ടാക്കുന്ന ഏത് പൊട്ടൻസിക്കും ഒരേ സ്റ്റാൻഡേർഡ് വരും. ഈ ഘട്ടം കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഏകദേശം ഒരു 6 അല്ലെങ്കിൽ ഒരു 12 സി എ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ ഒരു വിധത്തിലും അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ നാനോയൊക്കെ വെച്ചിട്ട് കുറേയൊക്കെ അറിയാം, പുതിയ മെത്തഡോളജി വെച്ച് കുറച്ചുകൂടെയൊക്കെ അറിയാൻ പറ്റും. എങ്കിലും ഇതാണ് ഹോമിയോപ്പതിക് മരുന്നിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ മരുന്നുണ്ടാക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പുകൾ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുകൾ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്കൊരിക്കലും അത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കൺട്രോൾ നമുക്ക് ആവശ്യമുള്ളത്. ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോൾ എന്ന് അതിനാണ് പറയുന്നത്. ഓരോ സ്റ്റെപ്പ് കളക്ഷൻ തൊട്ട് ഐഡൻറ്റിഫിക്കേഷൻ തൊട്ട് ഇത് കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് രോഗിയുടെ പോക്കറ്റ്, ഇപ്പോൾ രോഗിയുടെ പിന്നെ പോക്കറ്റ് എന്ന് വെച്ചാൽ രോഗിയുടെ കയ്യിൽ കൊടുക്കുന്ന മരുന്നിന് വരെ ഒരേ സ്റ്റാൻഡേർഡ് ഉണ്ടാണെങ്കിൽ ഇതിനകത്തൊക്കെയുള്ള ഓരോ സ്റ്റെപ്പുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ഈ ഉണ്ടാക്കുന്നവരും മാനുഫാക്ചറേഴ്സ് അതനുസരിച്ച് ഉണ്ടാക്കിയാൽ ഒരിക്കലും നമുക്ക് കൊടുക്കുന്ന മരുന്നിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവർ ഈ ഒരു ക്വാളിറ്റി കൺട്രോൾ കറക്റ്റായിട്ട് ഈ ഫാർമക്കോപ്പി പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ ആ ഡ്രഗിൻ്റെ സ്റ്റാൻഡേർഡിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പൊട്ടൻസികളോ അതിൻ്റെ ഡ്രഗിൻ്റെ ആക്ഷനൊക്കെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മളൊരു ഡ്രഗ് കൊടുത്തിട്ട് ആക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഇതിലെവിടെയെങ്കിലും ഉണ്ടായ പാളിച്ചകളായിരിക്കാം. അപ്പോൾ ഇതിനൊക്കെയാണ് ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നതും ഈ ഫാർമക്കോപ്പിയ കൊണ്ടുവന്നതും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പുതിയ ഡ്രഗിനെ ഫാർമക്കോപ്പിയിൽ എങ്ങനെയാണ് ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഓരോ കൺട്രീസിനും ഇതുപോലെ അതുപോലെ പിന്നെ വന്നത് ഒരു ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ വരുന്നത് 1870-ലാണ്. പിന്നെ വരുന്നത് ജർമ്മൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയാണ്. അത് 1872 നമ്മളറിയാം ഷാബെ അവരാണ് ആദ്യം ഒരു ഫാർമക്കോപ്പിയൽ മാനുഫാക്ചറിങ് യൂണിറ്റ്. നമ്മൾ ഈ വിൽമ ഷാബയുടെ മരുന്നൊക്കെ വാങ്ങിക്കുമല്ലോ, അപ്പോൾ അവരാണ് ആദ്യമായിട്ടൊരു ഫാർമക്കോപ്പിയ ജർമ്മനിയിൽ ഉണ്ടാക്കുന്നത്. ഫാർമക്കോപ്പിയ ഹോമിയോപ്പതിക് പോളിഗ്ലോട്ട എന്നാണ് അതിൻ്റെ പേര്. 1872 ആദ്യത്തെ ഒരു ഓളി ഇറങ്ങി. അപ്പം ജർമ്മൻ ഫെഡറൽ ഗവൺമെൻറ് ആണ് അതിനെ സ്പോൺസേർഡ് ചെയ്തത്. ഡോക്ടർ വിൽമറാൻ ഷാബയാണ് ആദ്യമായിട്ടത് ചെയ്തത്. അതിന് മറ്റൊരു പേരാണ് HAB, ജർമ്മൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ GHB അല്ലെങ്കിൽ HAB, ഹോമിയോപ്പതിഷ്കെ ആർസനിബച്ച് എന്ന് പറയും ജർമ്മനി, HAB എന്ന് പറയുന്നത്. അതാണ് ഒഫീഷ്യൽ ഫാർമക്കോപ്പിയ ജർമ്മനി. അപ്പോൾ നമുക്ക് ഓൾഡ് മെത്തേഡ് അനുസരിച്ച് ഒരു ഡ്രഗ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ജർമ്മൻ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയാണ് റെഫർ ചെയ്യേണ്ടത്.
പക്ഷെ ജർമ്മൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ സയൻറ്റിഫിക് ഇവാലുവേഷനും അതിനകത്തുണ്ട്. സ്റ്റാൻഡർഡൈസേഷൻ ടെക്നിക്സ് ഒക്കെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള അവർ അതിനകത്ത് കൊണ്ടുവരും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ജർമ്മൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയിൽ ഇത്രയും പ്രോഡക്ട്സ് ഉണ്ട്. മദർ ടിഞ്ചർ, പൊട്ടൻഡൈസ്ഡ് മെഡിസിൻ, സെൻറ്റ് ഡെസിമൽ സ്കെയിൽ, ഡെസിമൽ സ്കെയിൽ, എൽഎം സ്കെയിൽ, 0 ബാർ, പിന്നെ സൊല്യൂഷൻസ്, അക്യൂ സൊല്യൂഷൻസ്, റൈച്ചുറേഷൻസ്, ഓയിൻമെൻറ്റ്സ്, ഇങ്ങനെ സപ്പോസിറ്ററീസ്, ഐ ഡ്രോപ്സ്, ഇങ്ങനെ പറയുന്ന എല്ലാ സാധനവും ജർമ്മൻ ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയുടെ മാനുഫാക്ചറിങ് ഇതിൽ പറയുന്നുണ്ട്. ഇത്രയും വെഹിക്കിളാണ് അവർ അനുവദിച്ചിരിക്കുന്നത്. പോട്ടെ. പിന്നെ ബ്രിട്ടീഷ് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ ഞാൻ നേരത്തെ പറഞ്ഞ 1870 അത് ബ്രിട്ടീഷ് ഹോമിയോപ്പതി അസോസിയേഷൻ അതിന് 1993 അതിൻ്റെ 4th എഡീഷൻ പബ്ലിഷ് ചെയ്തു. അങ്ങനെ പല എഡീഷൻസും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പല അതോറിറ്റീസാണ്. പക്ഷെ അവരെല്ലാം സ്റ്റാൻഡേർഡുള്ള അസോസിയേഷൻസ് ആണ്. അതിൻ്റെ അകത്തുള്ള ഈ ബ്രിട്ടീഷ് ഹോമിയോപ്പതി ഫാർമക്കോയുടെ പ്രത്യേകത വെച്ചാൽ പ്ലാന്റ് മോയ്സ്ചർ, ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാന്റ് മോയ്സ്ചർ അവർ കൺസിഡർ ചെയ്യും. അപ്പോൾ പിന്നെ ഡിഫറെൻ്റ് സ്ട്രെങ്ത് ഓഫ് ആൽക്കഹോൾ ഫോർ ഡ്രഗ് പ്രിപ്പറേഷൻ. ഓരോ ഡ്രഗിനും ഡിഫറെൻ്റ്, നമുക്കിപ്പം ചില ഡ്രഗിൽ നമ്മൾ 1/60 HP എന്നൊക്കെ കാണാം മദർ ടിഞ്ചറിനകത്തുള്ള കണ്ടൻസ്, ആൽക്കഹോൾ കണ്ടൻസ്. അപ്പോൾ അങ്ങനെയുള്ള അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഇവരുടെ ഈ ഫാർമക്കോപ്പയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ നമ്മുടെ ഫാർമക്കോപ്പയിലും പറയുന്നുണ്ട്. കാരണം നമ്മൾ ഇതിനെയൊക്കെയാണ് അവലംബമായിട്ട് നമ്മുടെ ഫാർമക്കോപ്പിയ നിർമ്മിക്കാൻ വേണ്ടി അവലംബിച്ചത് ഈ ബ്രിട്ടീഷ്, ജർമ്മൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സ്പെഷ്യൽ ഫീച്ചേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഇതാണ് ആ ഫാർമക്കോപ്പിയുടെ കൺസ്ട്രക്ഷനാണ്. അതിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്നേ ഉള്ളൂ. പിന്നെ ഫ്രാൻസ് ആണ് അടുത്തത്. ഇതാണ് ഒഫീഷ്യൽ ലോകത്തുള്ള 5 ഒഫീഷ്യൽ ഫാർമക്കോപ്പിയാസ്. 1 ബ്രിട്ടീഷ് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ, 2 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ, അത് അമേരിക്കൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ, പിന്നെ വരുന്ന ജർമ്മൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ, പിന്നെ ഫ്രഞ്ച് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ. 1898 അത് പബ്ലിഷ് ചെയ്തത് ആദ്യമായിട്ട്. ഇപ്പോൾ ഒരുപാട് എഡീഷൻസ് ആയിട്ടുണ്ട്. പിന്നെ ഫൈനലി HPI, ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ ഓഫ് ഇന്ത്യ. ഇത്രയും 5 ഫാർമക്കോപ്പിയാണ് ഒഫീഷ്യലായിട്ട് ലോകത്തൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഒഫീഷ്യൽ ഫാർമക്കോപ്പിയാസ് എന്ന് അവകാശപ്പെടാവുന്നു. ഇപ്പം പല കൺട്രീസിനും, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്, ശ്രീലങ്കയ്ക്കുണ്ട്, ഇവർക്കൊക്കെ ഫാർമക്കോപ്പിയ ഉണ്ട്. പക്ഷെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കഗ്നേഷൻ ഇതിന് പലതിനും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാനഡ, പല കൺട്രീസിനും ഇപ്പം ഫാർമക്കോപ്പിയ ഉണ്ട്. ഇത് ഫ്രഞ്ച് ഫാർമക്കോപ്പിയയിൽ ആണ് കൂടുതൽ. ഈ മദർ ടിഞ്ചേഴ്സിൻ്റെ എല്ലാ മദർ ടിഞ്ചേഴ്സും കിട്ടും. ഡെസിമൽ സ്കെയിൽ അവരിങ്ങനെ ഡെസിമൽ സ്കെയിലിൽ DH അങ്ങനെയാണ് പറയുന്നത്. X ഇങ്ങനെയാണ്. സെൻറ്റ് ഡെസിമലാണെങ്കിൽ C/CH അങ്ങനെയാണ് എഴുതുന്നത്. ഇപ്പോൾ 30D എന്ന് വെച്ചാൽ നമ്മൾ ഡെസിമൽ സ്കെയിലാണ്, അല്ലെ DH ഇങ്ങനെ പറയും. പിന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഫ്രഞ്ച് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പി കിട്ടുന്നതാണ്. ഡ്രോപ്സ് ഉണ്ട്, കോമ്പിനേഷൻസ് ഉണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ഫ്രഞ്ചിൽ. ടാബ്ലറ്റ്സ്, ആംപ്യൂൾസ്, ഇഞ്ചക്ഷനൊക്കെ അവർക്കുണ്ട്, സപ്പോസിറ്ററീസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് അവർക്കുണ്ട്. ഇനി ഉപയോഗിക്കുന്ന വെഹിക്കിൾ ഇതൊക്കെയാണ്. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ജെലാറ്റിൻ, ലെനോളിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട്, വാസലൈൻ, ഇങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് അവർ ഉപയോഗിക്കുന്നുണ്ട്. വെഹിക്കിൾസ് എന്ന് വെച്ചാൽ അതിൻ്റെ കാരിയർ മീഡിയ. അമേരിക്കൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ ആദ്യമായിട്ട് ബോറിക്, നമ്മൾ ടഫേൽ, BNT എന്ന് കേട്ടിട്ടുണ്ട്, BNTയുടെ മെഡിസിൻ അവരാണ്, ബോറിക് ആൻഡ് ടഫേൽ. അവർ 1882 ആദ്യമായിട്ടൊരു ഇത് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ 10th എഡീഷൻ 1904 വന്നു. പിന്നെ വേറൊരു ഫാർമക്കോപ്പിയാണ് കമ്പാനിയൻ ടു ദി ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ, അങ്ങനെ ഒരെണ്ണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫാർമക്കോപ്പിയ നമുക്ക് അവൈലബിൾ ആണ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതിയാണ് പിന്നീട് ഹോമിയോപ്പതി ഫാർമക്കോപ്പിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിട്ട് മാറിയത്. 1940 അവർ USA ഗവൺമെൻറ് ഇതിനെ ഒരു ഷെഡ്യൂൾഡായിട്ട് അവർ ഒഫീഷ്യലായിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇത്രയും പ്രൊഡക്ട്സ് മെയിനായിട്ടും പറയുന്നത് ഇതൊക്കെയാണ്. ബൊട്ടാനിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്, പിന്നെ ടിഞ്ചേഴ്സ് ഉണ്ട്,
സുവോളജിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്, ടിഞ്ചേഴ്സ് ഉണ്ട്, പൊട്ടൻഡൈസ്ഡ് ഡ്രഗ്സ് ഉണ്ട്, നോ സോഴ്സിൻ്റെ പൊട്ടൻസി ഉണ്ട്, അലർ സോഴ്സ് എന്ന് പറഞ്ഞ ആൻറ്റിജൻസ് അതിൻ്റെ പൊട്ടൻസി ഉണ്ട്, ഐസോഴ്സ് അതിൻ്റെ ബൈൻഡേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഇങ്ങനെ ഇത്രയും കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് അമേരിക്കൻ ഹോമിയോപ്പതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയയിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ ഹോമിയോപ്പതി ഫാർമക്കോപ്പി ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായത് ഭട്ടാചാര്യ ആൻഡ് കമ്പനി 1892 അൺഒഫീഷ്യലാണ് കൽക്കട്ടയിൽ. എല്ലാവർക്കും അറിയാം ഭട്ടാചാര്യയുടെ മെഡിസിൻ ഉപയോഗിക്കാത്ത ആരും കാണത്തില്ല. അപ്പം അവരുടെ നല്ല ഒരു ബുക്കാണ്, പക്ഷേ വളരെ ബ്രീഫായിട്ടാണ് കാര്യങ്ങൾ ഭട്ടാചാര്യയുടെ ബുക്കിൽ പറയുന്നത്. വളരെ ബ്രീഫാണ്. നമ്മുടെ HPA പോലെ അല്ലെങ്കിൽ മറ്റു ഫാർമക്കോപ്പി പോലെ വളരെ വിശദമായിട്ടില്ല, എങ്കിലും മിക്കവാറും എല്ലാ ഡ്രഗ്സിൻ്റെയും മാനുഫാക്ചറിങ് ടെക്നിക്സ് ഒക്കെ ഭട്ടാചാര്യ കമ്പനിയുടെ അവൈലബിൾ ആണ്. 14 വോളിയം അവർ ഇറക്കി, 14th എഡിഷൻ 1980. ഇപ്പോൾ HPA വന്നതിന് ശേഷം ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് HPAയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. അതൊരു ഹോമിയോപ്പതി ഫാർമക്കോപ്പി ഇന്ത്യയിൽ വേണം എന്നുള്ളൊരു ഇത് വന്നത് 1956 ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാക്കി, ഹോമിയോപ്പതി ഫാർമക്കോപ്പി കമ്മിറ്റി. എന്നിട്ട് 1962 പിന്നെ ഡോക്ടർ ആക്ച്വലി BK സർക്കാർ ചെയർമാനായിട്ട്, BK സർക്കാർ എല്ലാവർക്കും അറിയാമല്ലേ, സർക്കാരിൻ്റെ ചെയർമാനായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി. അവരാണ് ഈ ഫാർമക്കോപ്പയുടെ ഔട്ട്ലൈനൊക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയ ഈ കമ്മിറ്റി ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും നമുക്കൊരു ഫാർമക്കോപ്പിയ കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, ബോട്ടണിസ്റ്റ് ഉണ്ട്, കെമിസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ലീഗൽ ബോഡീസിൽ നിന്നൊക്കെയുള്ള അഡ്വൈസറി ഒരുപാട് പേര് അതിനകത്ത് ഈ ഫാർമക്കോപ്പിയ കമ്മിറ്റിയിലെ മെമ്പേഴ്സാണ്. അവരാണ് ഇതിൻ്റെ എല്ലാ സയൻറ്റിഫിക്കും നിയമപരമായ സാധ്യതകളൊക്കെ നിർണ്ണയിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ടൊരു ഇതുണ്ടായത്. ഇപ്പോൾ ഒരു HPA എടുത്താൽ അതിൻ്റെ ആദ്യം അതിൻ്റെ പ്രിഫേസ്, പിന്നെ ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്റോറിക് ജനറൽ നോട്ടീസസ്, അബ്രിവിയേഷൻസ് ഉണ്ട്, മോണോഗ്രാഫ്സ് ഉണ്ട്, അപ്പൻഡിക്സ് ഉണ്ട്. മോണോഗ്രാഫ്സ് ഒരു ഇൻഡിവിജ്വൽ ഡ്രഗിനെ കുറിച്ചുള്ള വിവരണം. അത്രയും കാര്യങ്ങൾ നമുക്കൊരു ഫാർമക്കോപ്പിയിൽ കിട്ടും. അപ്പോൾ ഫസ്റ്റ് വോളിയത്തിൽ 150 മോണോഗ്രാഫ് ഉണ്ടെന്ന് വെച്ചാൽ 150 ഡ്രഗ്സിനെ കുറിച്ചുള്ള അതിൻ്റെ എല്ലാ വിവരണങ്ങളും അതിനകത്തുണ്ട്. എങ്ങനെയാണത് മാനുഫാക്ചറിങ് ചെയ്യുന്നത് വരെ, പാക്കിംഗ് വരെ അതിനകത്ത് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞാണ് ഇതൊക്കെ. 10th വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 10th എഡീഷൻ, ഇതിപ്പോൾ 9 എഡീഷൻസിൻ്റെ ഇയറേ ഉള്ളൂ. ഇപ്പം ഇത് പഴയ പവർ പോയിൻ്റാണ്. ഇപ്പം 10th ലാസ്റ്റ് ഇയറിൽ വന്നു. അത് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്ത് ഇത്രയും ഡ്രഗ്സ് ഉണ്ടെന്ന്. ഒരു മോണോഗ്രാഫ്, ഒരു ഡ്രഗിൻ്റെ മോണോഗ്രാഫ് എന്ന് വെച്ചാൽ അതിൻ്റെ റെക്കോർഡാണ്, ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് ദി സ്പെസിഫിക്കേഷൻസ് ഓഫ് ഈച്ച് ഡ്രഗ് ആണ് മോണോഗ്രാഫ്. ഒരു പ്ലാന്റ് ഡ്രഗ് ആണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഫാർമക്കോപ്പി എടുത്ത് നോക്കിയാൽ നമ്മൾ ആ പ്ലാന്റിൻ്റെ ആദ്യം ആ നെയിം വിത്ത് അബ്രിവിയേഷൻ, ആദ്യം കാണുന്ന നെയിം വിത്ത് അബ്രിവിയേഷൻ, പിന്നെ അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി, കോമൺ നെയിം. കോമൺ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പം ഒസീമിയം സാങ്ക്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അതിൻ്റെ പേരുണ്ടല്ലോ, തുളസി, അങ്ങനെയുള്ള കോമൺ നെയിംസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബൊട്ടാണിക്കൽ നെയിം ഒരു ഒഫീഷ്യലാണ്, എവിടെ നോക്കിയാലും ആ പേര് ഒന്നായിരിക്കും, ഒസീമിയം സാങ്ക്ടം. പക്ഷേ കളക്ട് ചെയ്യുമ്പം അവർക്ക് ഇത് അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കോമൺ നെയിം പറയും. ഓരോ ഏരിയയിലും ഓരോ മരുന്നിനും പ്രത്യേക റീജിയണൽ നെയിമുണ്ട്. ഇപ്പോൾ ബൊറീവിയ ഡിഫ്യൂസ നമുക്കറിയാം തഴുതാമയാണ്. നമുക്ക് തഴുതാമ എന്ന് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഒരു കളക്ട് ചെയ്ത് കൊണ്ടുവന്നൊരു കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് ബൊറീവിയ ഡിഫ്യൂസ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അപ്പോൾ അയാൾക്ക് തഴുതാമ ലോക്കൽ നെയിമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ലാംഗ്വേജിലും പറയുന്ന കോമൺ നെയിംസ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, എങ്ങനെ ഇരിക്കുക ആ പ്ലാന്റ് കണ്ടാൽ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പോയിന്റ്, പിന്നെ ഏത് പാർട്ടാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ മാക്രോസ്കോപ്പിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ നേക്കഡ് ഐ കൊണ്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കും, മോർഫോളജി, മൈക്രോസ്കോപ്പിക്കൽ ഫീച്ചേഴ്സ്, ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ, എവിടെയൊക്കെ ഏതെല്ലാം സ്ഥലത്ത് കിട്ടുന്നു, ഹിസ്റ്ററി ആൻഡ് അതോറിറ്റി, ആരാണ് ഈ ഡ്രഗിനെ പ്രൂവ് ചെയ്തതും ആരാണ് ആദ്യമായിട്ട് പ്രൂവ് ചെയ്തതെന്നുള്ളതാണ് ഹിസ്റ്ററി ആൻഡ് അതോറിറ്റി. പിന്നെ പ്രിപ്പറേഷൻ, സ്റ്റോറേജ് ആൻഡ് കോഷൻ. ഒരു പ്ലാന്റ് ഡ്രഗിനെ കുറിച്ചാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ആ ഒരു മോണോഗ്രാഫിൽ കാണും, ഒരു ഡ്രഗിൻ്റെ.
ബെൽഡോണ എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് കാണും. റെസ്റ്റോക്സ് ആണെങ്കിൽ നെയിം വിത്ത് അബ്രിവേഷൻ. അപ്പോൾ ഒരു ഫാർമക്കോപ്പി എടുത്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. പിന്നെ ആനിമൽസ് ആണെങ്കിൽ ബൊട്ടാണിക്കൽ നെയിം വരെ സുവോളജിക്കൽ നെയിം ആയിരിക്കും. മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് ഒമിറ്റഡ് ആയിരിക്കും. പിന്നെ നെയിം വിത്ത് അബ്രിവിയേഷൻ. കെമിക്കലാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ലിമിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ കെമിക്കൽ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി. പിന്നെ അതിൻ്റെ പേരിൻ്റെ കൂടെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓട്ടോ അങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ അത്. പിന്നെ മോളിക്കുലാർ വെയിറ്റ്, ഇംഗ്ലീഷ് നെയിം, ഡിസ്ക്രിപ്ഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, റിയാക്ഷൻസ്, അതിൻ്റെ ആ കെമിക്കലിൻ്റെ റിയാക്ഷൻസ് ഐഡൻറ്റിഫിക്കേഷൻ്റെ ഒരു പ്രത്യേക പോയിന്റാണ്. ഇത്രയും കാര്യങ്ങൾ, അതിൻ്റെ ലിമിറ്റ് ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ കെമിക്കൽ ഡ്രഗ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ ഡ്രഗിൻ്റെയും സോഴ്സ് അനുസരിച്ച് ഇതിൻ്റെ മോണോഗ്രാഫിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നോസോഡാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ നെയിം വിത്ത് അബ്രിവേഷൻ അതെല്ലാത്തിലും മൈക്രോബിയൽ നെയിം, മൈക്രോബയോളജിക്കൽ നെയിമാണ്. ഇപ്പോൾ സ്റ്റുബർക്കുലിനം ബോവിസ്റ്റ അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ മൈക്രോബയോളജിക്കൽ നെയിമാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ ഹിസ്റ്ററി ആൻഡ് അതോറിറ്റി, ആരാണ് കൊണ്ടുവന്നത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, കൾച്ചറൽ ക്യാരക്ടർ. ഇപ്പോൾ ഒരു നോസോഡാണെങ്കിൽ അത് കൾച്ചർ ചെയ്താൽ എങ്ങനെ കിട്ടും, അങ്ങനെയല്ല കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്, റെസിസ്റ്റൻസ്, ഡ്രഗ് റെസിസ്റ്റൻസ്, മെറ്റബോളിസം, ബയോകെമിക്കൽ റിയാക്ഷൻസ്, പ്രിപ്പറേഷൻ, സ്റ്റോറേജ്, കോഷൻ. ഇതാണ് മോണോഗ്രാഫ് നോസോഡ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫാർമക്കോപ്പിയെ കുറിച്ച്. നമുക്ക് ഇനി ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഓരോ ഫാർമക്കോപ്പിയെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. അത് നമുക്കൊരു അക്കാഡമിക് ലെവലിൽ മാത്രം മതി. പക്ഷെ ഒരു പ്രാക്ടീഷണർ എന്നുള്ള നിലയിൽ നമ്മൾ ഒരു ഫാർമക്കയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ബേസിക്കലായിട്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ചെറിയ ഐഡിയ എങ്കിലും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ സമയം തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ഒരു ബേസിക് ഐഡിയ കിട്ടിക്കണമെന്ന് ഞാൻ വിചാരിക്കും. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴിപ്പോൾ ഓരോ പുതിയ കോഴ്സ് വരുമ്പോഴും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പണ്ട് ഒരു പാപ്പച്ചനിയ സാറിൻ്റെ ബുക്കിൽ പഠിച്ച കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് വളരെ എലാബറേറ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. PG ലെവലൊക്കെ ഉള്ളതുകൊണ്ട് വളരെ വളരെ വിശദമായിട്ടാണ്. കാരണം ഈ ഫാർമക്കോപ്പിയും അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷനുമാണ് നമ്മൾ ഒരു ഫാർമസി സ്റ്റുഡൻറ്റും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഡോക്ടേഴ്സ് ആണെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. നമ്മളൊരു ഡ്രഗ് കൊടുത്തിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടില്ലെങ്കിൽ ചിലപ്പം അതിൻ്റെ ഈ മാനുഫാക്ചറിങ് ടെക്നിക്സിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ നമ്മളതൊന്നും അറിയുന്നില്ല. കാരണം നമ്മുടെ ഡ്രഗ് പൊട്ടൻഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം പക്ഷേ അലോപ്പതി ഡ്രഗ് ആണെങ്കിൽ അതിൻ്റെ ഒരു ബാച്ച്, ഇപ്പോൾ ഒരു ഡ്രഗിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഒരു ഡ്രഗ് എവിടെയെങ്കിലും ആരെങ്കിലും എടുത്തിട്ട് ഭയങ്കര റിയാക്ഷൻ ഉണ്ടായാൽ ആ ബാച്ചിലുള്ള ഡ്രഗ്സിനെയൊക്കെ അവർക്ക് പിൻവലിക്കാൻ പറ്റും. അതവർക്ക് ഈ ഫാർമക്കോപ്പി ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് സാധിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടാക്കിയാലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ ബാച്ച് ഡ്രഗിനെ പിന്നെ അവർ പിൻവലിക്കുന്നു. എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഓരോ ബാച്ച് ഓഫ് ഡ്രഗ്സ് ഉണ്ട്, ഇങ്ങനെ ഓരോ ബാച്ച് ഉണ്ട്. അപ്പോൾ ആ ബാച്ചിനെ അവർക്ക് പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റും. നമുക്ക് ആ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മുടെ മരുന്നിൻ്റെ സ്റ്റാൻഡേർഡ് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്കതിൻ്റെ ക്വാളിറ്റിയും നമ്മൾ ഉദ്ദേശിച്ച എഫക്റ്റും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് പല ഘട്ടത്തിലും നമുക്കറിയാം പല മരുന്നുകളും പലതും ഇന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ കറക്റ്റ് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നവനെ ഏത് ഡ്രഗാണ് കൊണ്ടുവന്നതെന്ന് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ആ ഓഫീസർ ഇത് കറക്റ്റ് അറിഞ്ഞില്ലെങ്കിൽ ആ ഡ്രഗിനെ എടുത്തിടും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കിട്ടത്തില്ല. ഇപ്പോൾ നമുക്കറിയാം കാന്താരിസ് ആണെങ്കിലും അതൊക്കെ ഇപ്പോൾ ആ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷ്യസ് ആണ്. പക്ഷേ ഏകദേശം അതിൻ്റെ അതേ ഒരു ജനസിൽപ്പെട്ട ഒരു സാധനമാണ് ഇവരിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ അതിന് ആക്ഷൻ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് ആ സാധനം. ഞാൻ ഹോംകോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഏതേ തന്നെ മോർഫോളജിക്കലായിട്ടൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതേ സ്പീഷീസ് അല്ല. പക്ഷേ എങ്കിലും അതിന് കാന്താരിസിൻ്റെ എല്ലാ ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഈ ഒരു ഡ്രഗിനെ പ്രധാനമായിട്ടും അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി കൺട്രോളിൽ, ഇൻ പ്രോസസ് ക്വാളിറ്റി കൺട്രോൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിൽ നല്ല അറിവ് ഡോക്ടർമാർക്കും ഉണ്ടായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ചൊരു സാമാന്യ ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് ആ മരുന്നിനെ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളതാണ് അതിൻ്റെ. അതുകൊണ്ടാണ് നമ്മളുടെ മറന്നുപോയ ഇതെല്ലാം ഒന്ന് ഉണർത്തിക്കൊണ്ടുവന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ കൂടുതൽ ചേർക്കാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഇത്രയും നല്ല 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 വിശദീകരിച്ചാണ് ഡോക്ടർ നമുക്ക് ക്ലാസ് എടുത്തത്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ. ധനേഷ് ഡോക്ടറെ. തികച്ചും വ്യത്യസ്തമായ എന്നാൽ വളരെ ആധികാരികതയോടുകൂടിയുള്ള ഒരു സെഷനായിരുന്നു. നമുക്ക് ഈ ഹോമിയോപ്പതി ഡോക്ടർമാർ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഇത്രയൊന്നും കാര്യങ്ങളെ കുറിച്ച് അങ്ങ് പുസ്തകത്തിൽ പലതും ഉണ്ടെങ്കിലും മനസ്സിൽ പതിയാറില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ ഓരോ വ്യത്യസ്ത അവസരങ്ങളിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറുകയും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും കുറെ കൂടി മുന്നോട്ട് പോകുന്നതിന് നമുക്ക് ഗുണകരമായിട്ട് മാറുന്നത്. തീർച്ചയായും ഇനിയും ഇതുപോലുള്ള വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രസന്റേഷൻ വേണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ഡോക്ടർ വേണുവിനോട് പറയാനുള്ളത്. ഹലോ, എന്താ ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടില്ല. ഞാനൊരു വളരെ വ്യത്യസ്തമായ ഒരു ഫാർമക്കോപ്പിയെ കാണിക്കും. ഒരു ഓളിയം ഫാർമക്കോപ്പി. ഇതാണ് നമ്മുടെ HP-യുടെ ഒരു ഓളിയം. ഞാൻ ഒന്ന് എടുക്കാൻ വേണ്ടി അകത്തിരുന്നതാ. അപ്പൊ എടുക്കാൻ വേണ്ടി കാണാമോ ഇത്? ഇതൊരു കണ്ടോ, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എംബ്ലം. ഇതാണ് ഒരു ഫാർമക്കോപ്പിയുടെ. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതാണ് ഒരു ഡ്രഗിന്റെ മോണോഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പം അരണിയ ഡയഡമ എന്ന് പറയുന്ന ഒരു ഡ്രഗ് നമുക്കറിയാം. അത് അരണിയ ഡയഡമ എല്ലാവർക്കും അറിയാലോ. അത് ഒരു സ്പൈഡറിൻ്റെ എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സുവോളജിക്കൽ നെയിം, ഫാമിലി, കോമൺ നെയിം, ഡിസ്ക്രിപ്ഷൻ, പാർട്ട് യൂസ്ഡ്, ഡിസ്ട്രിബ്യൂഷൻ, ഹിസ്റ്ററി ആൻഡ് അതോറിറ്റി, പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇങ്ങനെ ഓരോ ഡ്രഗിനെ കുറിച്ചും പറയുന്നുണ്ട്. അതൊരു സുവോളജിക്കൽ നെയിം. ഇതുപോലെ പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. ശരിക്കും ഒരു ഫാർമക്കോപ്പിയുടെ ഒരു ഒളിയാണിത്. HP-I സെക്കൻഡ് ഓളിയ. ഇതുപോലെ 10 ഓളിയംസ് ഇപ്പൊ നമുക്കുണ്ട്. ഇനി ആർക്കെങ്കിലും സാറിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അതുപോലെ ഇതുപോലുള്ള ക്ലാസ്സുകൾ വീണ്ടും ഞങ്ങൾക്ക് തരണം. വളരെയധികം പ്രയോജനമുണ്ട്. കാരണം ഇതൊക്കെ ഞങ്ങളുടെ മറവിലായി പോയ കാര്യങ്ങളാണ്. പരീക്ഷാ സമയത്ത് പഠിച്ചു കാണും, പക്ഷേ ഞങ്ങൾ ഇതെല്ലാം മറന്നുപോയി. എങ്കിലും ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് അതും എല്ലാ ഫാർമക്കോപ്പിയും വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇന്ത്യൻ മാത്രമല്ല, ബ്രിട്ടീഷും ഫ്രഞ്ചും അമേരിക്കയും ജർമ്മന് എല്ലാ ഫാർമക്കോപ്പിയെ കുറിച്ചും ഡോക്ടർ നമുക്ക് വിശദീകരിച്ചു തന്നു. ഇതുപോലുള്ള വീണ്ടും ഈ ഫാർമസി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് ഡോക്ടർ വീണ്ടും വരണം. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ബിനോയ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ബിനോയ് ഡോക്ടറെ. ബിനോയ് ഡോക്ടറെ. കോഹോസ്റ്റ് ആണ്, അഡ്മിറ്റ് ചെയ്താൽ മതി. ബിനോയ് ഡോക്ടർ ഇല്ല. ഷഫീഖ് ഡോക്ടറെ. ഷഫീഖ് ഡോക്ടറെ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർക്ക് നന്ദി പറയണേ. കേൾക്കാം. ഇതാണെങ്കിലും എനിക്ക് കുറച്ചൊക്കെ ഒരു കോൾ ഒന്നുകൂടി കുറച്ച് കേൾക്കാൻ കഴിഞ്ഞില്ല ആദ്യത്തെ കുറെ ഭാഗങ്ങള്. എന്താണെങ്കിലും നല്ല വിശദമായ ഒരു വിവരണം തന്നെ ആയിരുന്നു അവസാനം കേട്ടിടത്തോളം. എന്താണെങ്കിലും ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ ഇനി, കാരണം നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. എന്താണെങ്കിലും ഡോക്ടർക്ക് എൻ്റെ ക്ലാസ്മേറ്റും കൂടെയാണ്
ഞങ്ങള് ഗ്രേഡഡിന് ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളുമാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തിന് ക്ലാസ്മേറ്റിന് തന്നെ നന്ദി പറയാനുള്ള അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. IAPHന്റെ പേരിൽ ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും ഡോക്ടർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇതുപോലുള്ള സബ്ജക്റ്റുകളുമായിട്ട് വന്ന് ക്ലാസ് എടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഷഫി ഡോക്ടറെ. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് നമുക്ക് തന്ന വേണുഗോപാൽ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ വെബിനാർ 2072 സൂം വെബിനാർ വളരെയധികം വിജയകരമായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.